വല്ലാത്ത വിഷമം. പോയി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അടിപൊളി. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആട്ടോ ഇത്. ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരോട്ട് ഇനിയും പഠിക്കാൻ പോകുന്ന കുട്ടികളോടും ഇപ്പം പഠിക്കാൻ കയറിയവരോടും പിന്നെ പ്രത്യേകിച്ച് ബാംഗ്ലൂരിനെ പറ്റി ഇങ്ങനെ അറിയാത്ത കുറേ ആളുകൾ ഇപ്പോഴും അവിടെ പഠിക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഉദ്ദേശിച്ചും പിന്നെ ആർക്ക് വേണേൽ കാണാം, വീഡിയോ അല്ലേ. ബാംഗ്ലൂർ ലൈഫ്, എൻ്റെ ബാംഗ്ലൂർ ലൈഫ് എങ്ങനെയാണെന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ചിലർക്കൊക്കെ എങ്കിലും മനസ്സിലായി കാണും. എന്നാലും ഞാൻ പറയണമല്ലോ. അപ്പം ഞാൻ കോളേജിൽ ബാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. ഒരുപാട് വീക്കെൻഡിലേക്ക് ഇറങ്ങണം, അടിച്ചു പൊളിക്കണം, പബ്ബിൽ പോകണം, പാർട്ടി, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറക്കം, ബാംഗ്ലൂർ ഡേയ്സിൽ ബാംഗ്ലൂർ, ഇതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന സംഭവം. അപ്പം ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂർ സിറ്റി കണ്ടപ്പോൾ എന്താ അടിപൊളി സിറ്റി, എനിക്ക് വയ്യ, ഞാനിവിടെ തകർക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ചെന്നത്. പക്ഷെ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മാറ്റി മറിച്ചിട്ടു. ശരിക്കും എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നുമല്ല ഗൈസ് ബാംഗ്ലൂർ ചെയ്തത്. പക്ഷേങ്കിൽ ഇങ്ങനെ ബാംഗ്ലൂർ അടിച്ച് പൊളിക്കുന്ന ആളുകളില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഒട്ടുമിക്ക സ്റ്റുഡൻസിൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ PG എടുത്ത് താമസിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഓക്കെയാണ്. ഓക്കെ എന്ന് വെച്ചാൽ കയ്യിൽ കാശൂടെ വേണം. കാശില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല, ഉള്ളത് പോലും നടക്കത്തില്ല. ബാംഗ്ലൂരിൽ നമ്മൾ എത്രത്തോളം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുപോലെ നമുക്ക് എൻജോയ്മെൻറ്റ്. അതിപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് നാട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ അടിപൊളി. എക്സ്പെഷ്യലി ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിന്, അതിപ്പോൾ ഫസ്റ്റ് ഇയറിലൊക്കെ ചെല്ലുന്ന കുട്ടികളാണ്, അവർക്ക് ഒരുപാട് കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കോളേജിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ഞാൻ അതിനെയൊക്കെ തരണം ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഇന്നിപ്പോൾ എൻ്റെ മൈൻഡിൽ വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, നന്ദി ഹിൽസ്, അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ ശരിക്കും നടക്കുന്ന സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. ഒരു 2 ബക്കറ്റ് തുണി ഉണ്ടാവും. നാട്ടുകാർ മീൻസ് കുടുംബക്കാർ, വീട്ടുകാർ, ലൈൻ ഉണ്ടെങ്കിൽ അവന് എങ്ങനെയൊക്കെ വിളിക്കണം. ബാംഗ്ലൂരിൽ എൻ്റെ വീക്കെൻഡിനെ പറ്റിയാട്ടോ ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ സൺഡേ ഔട്ടിംഗ് ഉണ്ട്. ഞാൻ ഒട്ടുമിക്ക ഔട്ടിങ് ഞാൻ പോകും. പക്ഷേ ഈ കാശില്ലെങ്കിൽ ഞാൻ പോകത്തില്ല, അവിടെ ഇരിക്കും. ഒരു 100 രൂപയുള്ള ഞാൻ ഇങ്ങനെ മുറയ്ക്ക് പിടിച്ചായിരിക്കും, പോകരുത് ശ്രീതി, പോയി കഴിഞ്ഞാൽ നിന്നെ 100 രൂപയും തീർന്നു കഴിഞ്ഞാൽ നീ തെയ്യും എന്നുള്ള അറിവുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോകാൻ നോക്കുക, പോയാലും നമ്മൾ പോയിട്ട് വരുമ്പോൾ ഒരു മൂലയ്ക്ക് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തുണികൾ. ബാ ഇന്നെങ്കിലും എന്നെ കഴിയണം, അല്ലെങ്കിൽ ഞാൻ നാളത്തേക്ക് കൂടും. ആ ഒരു ഡയലോഗ് അടിച്ചിരിക്കുന്നത് നമ്മുടെ തുണികൾ. പിന്നെ ബെഡ്മേലോട്ട് നോക്കുകയാണെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റണം, സൺഡേ ആയി അത് കഴുകണം. ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കോളേജ് ബാഗ്, റിക്വയർമെൻറ്റ്സ്, അസൈൻമെൻറ്റ്സ്, റെക്കോർഡ്, അത് വേറൊരു വഴിക്ക്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കുളിക്കാം, എല്ലാം മാറ്റി നമ്മളൊന്ന് കുളിക്കാമെന്ന് കരുതുന്നു. ബാത്റൂമിനെ ക്യൂ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബാത്റൂമിലെ തിരക്ക് കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ബിവറേജിൻ്റെ പോലും കാണത്തില്ല, എത്ര തിരക്ക്, എന്താ തിരക്ക്. ഒരു ബാത്റൂമിൻ്റെ ഫ്രണ്ട് ഒരു 5-6 ബക്കറ്റ് ഇങ്ങനെ കൂട്ടി വെച്ചേക്കായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് കയറാൻ. ഇതെല്ലാം തരണം ചെയ്ത് നമ്മൾ കയറി ഒരു മിനിറ്റ് ചെയ്യുമ്പോൾ കഴിയാറായോ, ഇപ്പം ഇറങ്ങുമോ, എപ്പോൾ ഇറങ്ങുമോ, ഈ ബക്കറ്റ് വെക്കോ, ആ ബക്കറ്റ് വെക്കോ. ശരിക്കും നമ്മളൊരു വല്ലാത്ത അവസ്ഥയിൽ പോകും. ഇങ്ങനെയാണ് നമ്മുടെ ഇത്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ ലൈഫിൽ ഞാനിപ്പോൾ നെഗറ്റീവ് മാത്രമാണ് എന്നോട് പറഞ്ഞത്, പക്ഷേ പോസിറ്റീവ് ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്കൊരു തരണം ചെയ്യാനുള്ളൊരു ഇത് കിട്ടും കേട്ടോ. ഞാനൊക്കെ എന്ന് പറയുമ്പം ശരിക്കും എൻ്റെ നാട്ടിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ നടത്തിക്കൊണ്ട് ഞാനിപ്പം ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ ഫുഡ്. എൻ്റെ വീട്ടിൽ 2 ദിവസം സാമ്പാർ ഉണ്ടാക്കിയാൽ ഞാൻ അടുത്ത ദിവസം പറയും, ഇവിടെ ഈ സാധനമേ ഉള്ളൂ, എനിക്കിത് വേണ്ട, എനിക്കിത് പറ്റുകയില്ല, നിങ്ങൾക്ക് ഇത് മാത്രം ഉണ്ടാക്കാൻ പറ്റും, ഒരു വീട്ടിൽ പുകയിലുണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇലയിട്ട സാമ്പാർ, തക്കാളി മാത്രം ഇട്ട സാമ്പാർ, വെള്ളരിക്ക ഇട്ട മാത്രമുള്ള സാമ്പാർ, മത്തങ്ങ ഇട്ട സാമ്പാർ, എന്തിന് ക്യാബേജ് വരെ ഇട്ട സാമ്പാർ കൂട്ടാൻ ഞാൻ പഠിച്ചു. ഡെയിലി ഇതിന് രാവിലെ സാമ്പാറാണെങ്കിൽ രാത്രി സാമ്പാർ, ഉച്ചയ്ക്ക് മാത്രം എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഡെയിലി 2 നേരം എന്നുള്ളത് ഞാൻ സാമ്പാർ ആഴ്ചയിൽ 7 ദിവസം കൂട്ടാൻ ഞാൻ പഠിച്ചു. പിന്നെ ഫുഡ് അടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞു പോവും. നമ്മൾ
നമ്മൾ കഴിക്കണ ഫുഡെന്നും പറഞ്ഞ് അവർ ഉണ്ടാക്കി തരും. ഒരു ബന്ധവും കാണത്തില്ല ഗൈസ്, ഒരു ബന്ധവും, യാതൊരു ഇതും തോന്നുന്നില്ല. ചിലപ്പോൾ കാഴ്ചയിലൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ ടേസ്റ്റിൽ വരുമ്പോഴത്തേ ശരിക്കും പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കും. പല ദിവസങ്ങളിൽ ഞാൻ ഫുഡ് കഴിക്കണ്ട വേണ്ടെന്ന് വെച്ചിരിക്കും. അപ്പം വേണ്ടി വരും, ശ്രീതി നിനക്ക് ഇതേ ഉള്ളൂ കഴിക്കാൻ, നിൻ്റെ കയ്യിൽ അധികം സാധനങ്ങളില്ല, ഇത് തീർന്നു കഴിഞ്ഞാൽ വാങ്ങാൻ നിൻ്റെ കയ്യിൽ കാശില്ല. അപ്പം നമ്മൾ എന്ത് ഉള്ളതാട്ടെ എന്ന് പറഞ്ഞ് പോയി തിരിഞ്ഞു. ഇതാണ് ഒട്ടുമിക്ക ബാംഗ്ലൂർ സ്റ്റുഡൻസിൻ്റെ അവസ്ഥ. ബാംഗ്ലൂർ എന്നല്ല, കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്നവർക്ക് ഇതൊക്കെ തന്നെ അവസ്ഥ. പിന്നെ കേരളത്തിലില്ലെന്നല്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ സർവൈവ് ചെയ്ത് നമ്മളിങ്ങനെ വരുമ്പോഴായിരിക്കും നമ്മുടെ സെം എക്സാം വരുന്നത്. എക്സാം വരുമ്പോൾ ഉള്ളത് മൊത്തം കഴിയുന്നു, അയ്യോ അയ്യോ കരച്ചിലായി, ബഹളമായി, അതായി ഇതായി, പൊന്നെ മൊത്തത്തിൽ ഹുദാഹവ. പിന്നെ ബാംഗ്ലൂർ നമ്മൾ ജീവിക്കാൻ പഠിക്കും കേട്ടോ. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ടൊരു എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ നിൽക്കും. ഞാൻ ശരിക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യം. ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം എനിക്ക് ഇത്ര രൂപ പൈസ കിട്ടുകയെന്ന് വെച്ചു, ഇപ്പം ഞാൻ ആലോചിക്കും ഈ ആഴ്ച എന്ത് വാങ്ങണം, ഇത് വാങ്ങിച്ച് ഇത്ര പൈസ പോകുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടുകാർ നമുക്ക് ഇന്നതൊക്കെ വാങ്ങിച്ച് തന്ന് നമ്മൾ ഇങ്ങനെ എന്താ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു ടൈമുണ്ട്. നമുക്ക് കിട്ടുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ കൈ കിട്ടുമ്പോൾ അതിനൊക്കെ മാറി അവരയച്ചുന്ന പൈസയ്ക്ക് നമ്മൾ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് കിട്ടുമ്പോൾ നമുക്കുള്ളൊരു വിഷമം ഉണ്ടല്ലോ, ശരിക്കും എന്തൊരു വല്ലാത്ത വിഷമം. എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു കടയിൽ പോയിട്ടൊരു സാധനം ഇഷ്ടപ്പെട്ട് അതിൻ്റെ പ്രൈസ് നോക്കിക്കഴിയുമ്പം വാങ്ങിക്കാൻ പറ്റില്ല. എന്നെ നല്ല എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വിഷമമുണ്ടല്ലോ വാങ്ങാൻ പറ്റാതെ വരുമ്പോൾ വേണ്ട പിന്നത്തേക്ക്, അങ്ങനെ പിന്നത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കും. ബാംഗ്ലൂരിൻ്റെ ഒരു ഗുണങ്ങൾ നിങ്ങളെ പറഞ്ഞുതരാം. ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ബാംഗ്ലൂർ പോയാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. എല്ലാ സാഹചര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. എന്ന് വെച്ചാൽ ഫുഡിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും, പൈസയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. എന്തിനാ നമ്മളൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ട് അവരുമായിട്ട് അടി വഴക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. എന്തിന് വഴിയെ പോകുന്നവൻ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ മിണ്ടോട് കേട്ടിരിക്കാൻ നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഗൈസ്. നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ഈ ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് മനസ്സിലാക്കും കേട്ടോ. എങ്ങനെയാണ് നമുക്കൊരാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കുക, അല്ലെ ഒരാളെ നമ്മൾ എങ്ങനെ കാണണം, അവരോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു ഇതാണ് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വഴക്കുണ്ടാക്കും, നല്ലപോലെ വഴക്കുണ്ടാക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ നിന്നപ്പം ഞാൻ കുറച്ച് ഒതുങ്ങി കുറച്ച് അത്യാവശ്യം നല്ലപോലെ ഒതുങ്ങി. എന്നാലും ഞാൻ വഴക്കുണ്ടാക്കത്തല്ല, നല്ലപോലെ ഒതുങ്ങി. നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തന്തയ്ക്ക് വിളിച്ചിട്ട് പോയാലും മൈൻഡിൽ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. എന്ന് വെച്ചാൽ തന്തയ്ക്ക് വിളിച്ച് റിയാക്ട് ചെയ്യത്തില്ല നല്ല ഞാനൊരു ഉപമ പറഞ്ഞു കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. പിന്നെ നമുക്ക് നമ്മളോട് തന്നെ തോന്നും, ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയല്ലോ, എനിക്ക് ഇങ്ങനെ എൻ്റെ വീട്ടുകാരുള്ളത് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. ഇതൊക്കെയാണ് എൻ്റെ ബാംഗ്ലൂർ ജീവിതത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒട്ടുമിക്ക സ്റ്റുഡൻസിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. എനിക്കിപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവർ, അതായത് എൻ്റെ റൂമിൽ എൻ്റെ കൂട്ടുകാരുടെ അവസ്ഥയാണിത്. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ കോളേജിൽ പഠിക്കാത്ത പുറത്തുള്ള ആൾക്കാരുടെ, എൻ്റെ പുറത്തുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നല്ല വ്യത്യാസമുള്ള ആളുകളും ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ കോളേജിൻ്റെയും പിന്നെ അവരുടെ സറൗണ്ടിങ്സിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ബാംഗ്ലൂർ ജീവിതം. അപ്പം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ പറയാനില്ല, ഇപ്പം ഒരു നെഗറ്റീവ് വീഡിയോ ആയിട്ടല്ല ഞാനിതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഞാനിതിൽ നിങ്ങളോട് പറഞ്ഞത്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബാംഗ്ലൂരിനെ പറ്റിയുള്ള വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് വീഡിയോയുടെ കഴിയണമെങ്കിൽ. ബൈ ബൈ.